ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൊച്ചിയിൽ നടത്തിയ ഒരു മഹാസമ്മേളനത്തിലെ പ്രസംഗം ഇപ്പോൾ പൊതുസമൂഹം വളരെ കൗതുകത്തോടുകൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൻപൻ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിനായി പ്രധാനമന്ത്രി കേരളം സന്ദർശിക്കാൻ പോകുന്നു എന്നുള്ള കേളികൊട്ട് കേരളത്തിലെ BJP കുറെ നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് കൊച്ചിയിൽ പറന്നിറങ്ങി ഏതാനും മണിക്കൂറുകൾ മാത്രം ചെലവഴിച്ച് കൊച്ചിയിലേക്ക് മടങ്ങിപ്പോയത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സമ്മേളനം മത്സ്യത്തൊഴിലാളികളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള മറൈൻ ഡ്രൈവിലെ സമ്മേളനമായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഔദ്യോഗിക ചടങ്ങ് നടത്തി അതിനുശേഷം പാർട്ടി ചടങ്ങിലുമൊക്കെ പങ്കെടുത്തിട്ടാണ് അദ്ദേഹം മടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സമ്മേളനത്തിൽ നടത്തിയ ഒരു വലിയ പ്രഖ്യാപനമാണ് ആളുകൾക്ക് വളരെയേറെ ചിരിക്കാൻ വക നൽകിയിരിക്കുന്നത്. അദ്ദേഹം വലിയൊരു പ്രഖ്യാപനം നടത്തിയത് ഇന്ത്യയിലെ മുൻകാല സർക്കാരുകൾ ഒന്നും ചെയ്യാത്ത ഒരു വലിയ ഒരു സംഭവമാണ് മോദി സർക്കാർ ചെയ്തിരിക്കുന്നത്. കേരള എന്ന പേര് കേരളം എന്നാക്കി മാറ്റിയത് ഈ മോദി സർക്കാരാണ്. ഇത് കേട്ടവരൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് ഇപ്പോഴും നല്ല നിശ്ചയമില്ലാതിരിക്കുകയാണ്. ചിരിക്കുകയാണോ വേണ്ടത്, കൈയടിക്കുകയാണോ, കരയുകയാണോ വേണ്ടത്? നോക്കണം, എത്ര ദുർബലമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് അദ്ദേഹം പറയുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു വലിയ നേട്ടമായി കേരള സമൂഹം സ്വീകരിക്കണമെന്നൊക്കെ. കാരണം തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കുമ്പോൾ ഇത്രയും വലിയ ഒരു ഔദാര്യം കാട്ടിയ നരേന്ദ്രമോദി സർക്കാരിന്റെ പാർട്ടിയെ തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് അയക്കണമെന്ന് അദ്ദേഹത്തിന് പറയാൻ യാതൊരു അനുവാദവും ആരുടെയും വേണ്ട. പക്ഷേ പറയുന്നത് കേരളത്തിലെ ജനങ്ങളോടാണ്, രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള സംസ്കാരമുള്ള കേരളത്തിലെ ജനങ്ങളോടാണ് എന്ന് അദ്ദേഹം കരുതാതിരുന്നതിലാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വിചിത്രമായിട്ടുള്ള സംഭവം. ഇത് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് നടന്ന ഒരു വലിയ ഔദാര്യമോ മഹാസംഭവമൊന്നുമല്ല. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളുടെയും പേരുകൾ കാലാകാലങ്ങളിൽ മുന്നിരുന്ന സർക്കാരുകളൊക്കെ സന്ദർഭമനുസരിച്ച് മാറ്റിയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് തെക്കേ ഇന്ത്യയിൽ തന്നെയുള്ള രണ്ട് സംസ്ഥാനങ്ങൾ. മദ്രാസ് എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനം ഇന്ന് അറിയപ്പെടുന്നത് തമിഴ്നാട് എന്നാണ്. അതുപോലെ മൈസൂർ എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനം ഇന്നറിയുന്നത് കർണാടക എന്നാണ്. അതുപോലെ ഒറീസ എന്ന പേരിലുണ്ടായിരുന്ന സംസ്ഥാനം ഇന്നറിയപ്പെടുന്നത് ഒഡീഷ എന്ന പേരിലാണ്. നേരത്തെ തന്നെ ഒരു പുതിയ സംസ്ഥാനമായ ഉത്തരാഞ്ചൽ എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനം ഉണ്ടാക്കി പിന്നീട് അതിനെ ഉത്തരാഖണ്ഡാക്കി മാറ്റി. അതുപോലെ ജാർഖണ്ഡ് എന്ന് പറയുന്ന മറ്റൊരു സംസ്ഥാനം രൂപീകരിച്ചു. ഇതൊക്കെ കേവലമായിട്ടുള്ള സാധാരണ ഒരു സർക്കാരിന്റെ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ, സംസ്കാരങ്ങൾ ഒക്കെ കണക്കിലെടുത്ത് ആ പ്രദേശത്തെ ആളുകളുടെ വികാരങ്ങൾ കണക്കിലെടുത്ത് ഭാഷാപരമായ ചില സംഗതികൾ അടിസ്ഥാനപ്പെടുത്തിയൊക്കെയാണ് സംസ്ഥാനങ്ങൾക്ക് പേര് നൽകുന്നത്. അതെന്തോ ഒരു വലിയ സംഭവമാണ്, വലിയ ഔദാര്യമാണ് എന്ന മട്ടിലാണ് നരേന്ദ്രമോദി വൻപിച്ച ഒരു വലിയ പ്രഖ്യാപനമായി കരഘോഷത്തോടുകൂടെ അവിടെ നടത്തിയിട്ട് പോയിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം കാണേണ്ടത്, പേര് പ്രഖ്യാപിക്കാൻ വളരെ എളുപ്പമാണെങ്കിൽ പോലും ഇത് നടപ്പിലാക്കിയെടുക്കുന്നതിന് ഒരുപാട് കടമ്പകൾ കടന്നെങ്കിൽ മാത്രമേ കേരളത്തിന് സാധ്യമാവുകയുള്ളൂ. കാരണം ലോകത്തെമ്പാടുമുള്ള രേഖകളിലെല്ലാം ഇപ്പോഴും കേരള എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സംസ്ഥാനം. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൊക്കെ അത് മാറ്റം വരുത്തണം, സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ വളരെ നീണ്ട ഒരു പ്രക്രിയയാണ്. അത് സംസ്ഥാന ഗവൺമെന്റിനൊക്കെ അക്കാര്യത്തിൽ വളരെ സാങ്കേതികമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചെങ്കിൽ മാത്രമേ മതിയാകുകയുള്ളൂ. അതിനകത്ത് സാമ്പത്തികമായിട്ടുള്ള ചില അധിക ചെലവുകളും ഉണ്ടാകും. എന്നാൽ മോദി സർക്കാർ ഈ ഒരു വലിയ ഔദാര്യം പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം ഒന്നുകൂടെ പറയണമായിരുന്നു, ഇത് സംബന്ധമായി സംസ്ഥാന ഗവൺമെന്റിനുണ്ടാകുന്ന അധിക ചെലവ് കേന്ദ്ര ഗവൺമെന്റ് വഹിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ഔദാര്യത്തിന്റെ വലിപ്പം കുറെ കൂടെ വർദ്ധിക്കുമായിരുന്നു എന്നാണ് പല നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത്. ഇതൊക്കെയാണ് ഒരു പ്രധാനമന്ത്രി നടത്തേണ്ട പ്രഖ്യാപനങ്ങൾ. അദ്ദേഹം ഇപ്പോൾ കൊച്ചിയിൽ വന്നത് ഈ പദ്ധതികൾ പ്രഖ്യാപിക്കുക എന്ന ലക്ഷ്യത്തോടെ അല്ലായിരുന്നു എന്നുള്ളത് പകല് പോലെ വ്യക്തമാണ്. രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി വന്നതാണ്. തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കുന്ന ഈ സംസ്ഥാനത്ത് എങ്ങനെയെങ്കിലും 2 സീറ്റ് ഒപ്പിക്കാൻ BJPക്ക് സാധിക്കുമോ എന്നുള്ളതിന്റെ ഒരു പൊടിക്കൈ പ്രയോഗമാണ് ഇന്ന് അദ്ദേഹം കൊച്ചിയിൽ നടത്തിയിട്ട് പോയിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് BJP പ്രവർത്തകരൊക്കെ കൈയടിച്ച് മുദ്രാവാക്യം വിളിച്ച് ഇതിനെ വളരെയേറെ പ്രശംസിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഇത് രാഷ്ട്രീയ ബോധമുള്ള പൊതുജനങ്ങൾ, കേരളത്തിലെ പൊതുജനങ്ങൾ ഇതിനെയൊക്കെ
വളരെയേറെ ലാഘവത്തോടുകൂടി മാത്രമേ കാണുകയുള്ളൂ എന്ന തിരിച്ചറിവ് നേതാക്കന്മാർക്കുണ്ടായാൽ കൊള്ളാം. ഇന്നത്തെ ഉദ്ഘാടന സമ്മേളനം തന്നെ വളരെയേറെ അപശബ്ദമുണ്ടാക്കിയിട്ടാണ് പോയിരിക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ മന്ത്രിമാരും എല്ലാം ഈ പുതിയ പദ്ധതി ഉദ്ഘാടനം, പ്രത്യേകിച്ച് ദേശീയ പാത 66 ചില റീച്ചുകളുടെ ഉദ്ഘാടനമൊക്കെ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. ഇത് നടത്തിയതായിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണെങ്കിലും ഇതിനെ നോഡൽ ഏജൻസിയായി പ്രവർത്തിച്ച കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പിന്റെ മന്ത്രിയെ ഈ ചടങ്ങിലേക്ക് രാഷ്ട്രീയ കാരണങ്ങളാൽ ക്ഷണിക്കാതിരുന്നു എന്ന് പറയുന്നത് വലിയ ഒരു അപരാധമാണ്. അതിന്റെ പേരിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഈ ചടങ്ങ് പൂർണ്ണമായും ബഹിഷ്കരിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായി വേണ്ടുന്നത് ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി, അതിനകത്ത് രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഒരിക്കലും പ്രതിഫലിക്കാൻ പാടില്ല. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിന്റെ മുഴുവൻ മുഖ്യമന്ത്രിയാണ്. പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനമന്ത്രിയല്ല. അപ്പോൾ അതിന്റെ സംഘാടകർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ മാത്രമല്ല, ഇതിന്റെ നോഡൽ ഏജൻസിയായി പ്രവർത്തിക്കുന്ന സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയെ കൂടെ ക്ഷണിക്കേണ്ടതായിരുന്നു. അതിനുള്ള ശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് ഇതിൽ അവർ പങ്കെടുക്കാതിരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ചെയ്യേണ്ടിയിരുന്നത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ ക്ഷണിക്കാതിരുന്ന കാരണം തന്നെ വെച്ചുകൊണ്ട് അദ്ദേഹം ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി തങ്ങളുടെ സർക്കാരിന്റെ പ്രതിഷേധം ഉച്ചസ്ഥരം അറിയിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. പ്രധാനമന്ത്രി ഇരിക്കുന്ന ഒരു വേദിയിൽ കേരളത്തിന്റെ വികാരം വ്രണപ്പെട്ടിരിക്കുന്നു, പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായിരിക്കുന്നു എന്ന് വിളിച്ചു പറയാൻ ആർജവമുള്ള വീരശൂര പരാക്രമിയാണല്ലോ നമ്മുടെ പിണറായി വിജയൻ. അദ്ദേഹം അത് ചെയ്യേണ്ടിയിരുന്നത് അങ്ങനെയായിരുന്നു. അതിന് പകരം വിചിത്രമായി കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി ചില സമാന്തര ഉദ്ഘാടനങ്ങളൊക്കെ നടത്തിയിരിക്കുകയാണ്. അതും വളരെ വില കുറഞ്ഞ ഒരു ഏർപ്പാടായി പോയി. എന്തായാലും പ്രധാനമന്ത്രി ഇങ്ങനെ ഓരോ പ്രഖ്യാപനങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വന്ന് നടത്തുമ്പോൾ അതിനുള്ള സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചും കൂടി പറയേണ്ടതായിരുന്നു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ ദയനീയമാണ് ഇപ്പോൾ. അതുകൊണ്ട് 10 വോട്ട് കിട്ടുന്നതിന് വേണ്ടി ശതകോടികൾ ഇവിടെ മുടക്കിക്കളയും. വൻപിച്ച പ്രസ്താവനകൾ നടത്തിയിട്ട് പോയി കഴിഞ്ഞാൽ അതൊന്നും മുഖവിലക്കെടുക്കുന്ന ഒരു രാഷ്ട്രീയ ബോധമുള്ള ജനതയല്ല, മറിച്ച് അതിന്റെ പ്രായോഗികത കൂടെ പറയുമ്പോൾ മാത്രമേ ജനങ്ങൾ അത് സ്വീകരിക്കുകയുള്ളൂ എന്ന് പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ കേരളത്തിലെ BJP നേതൃത്വവും തിരിച്ചറിഞ്ഞാൽ നന്ന്. ഇതിന്റെ പേരിൽ എങ്ങനെയെങ്കിലും കുറച്ച് വോട്ടുകൾ വാങ്ങി കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനം ചെലുത്താമെന്നൊക്കെ കരുതുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക് ചേർന്നതല്ല. പല പ്രഖ്യാപിച്ച പല മുൻ നയങ്ങളും ഒക്കെ തീരുമാനങ്ങളൊക്കെ എവിടെ ഇരിക്കുന്നു? മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ ചില മുദ്രാവാക്യങ്ങൾ, സബ്കെ സാത്ത് സബ്കാ വികാസ് എന്നൊക്കെ പറഞ്ഞ ചില മുദ്രാവാക്യങ്ങൾ കേൾക്കാൻ കൊള്ളാമെങ്കിലും ഫെഡറൽ സംവിധാനത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ പോലും പലപ്പോഴും ലംഘിച്ച് BJP ഇതര സർക്കാരുകളോട് ചിറ്റമ്മ നയം കാട്ടുന്നു എന്നുള്ള ആക്ഷേപം നിൽക്കുമ്പോൾ ഇതുപോലെയുള്ള പ്രഖ്യാപനങ്ങൾ പൊള്ളയാണ് എന്ന് പൊതുജനങ്ങൾ വിചാരിച്ചാൽ അങ്ങനെയുള്ള പൊതുജനത്തെ കുറ്റപ്പെടുത്താനാവുകയില്ല.